ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. ഞാൻ ആ മോൾഡിനകത്ത് വേറൊരു പേപ്പർ മോൾഡും കൂടെ വെച്ചാണ് ബേക്ക് ചെയ്തത്. നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ആ പേപ്പർ നമ്മൾ എടുക്കുമ്പം തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണെന്ന്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലുള്ള അതേസമയം നല്ല രുചിയുമുള്ള കപ്പ് കേക്കാണ്. കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദ, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, ഒരു 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് പാല്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്, എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. 3 മുട്ട, 125 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ. ഈ ബട്ടറിന് പകരം 1/2 കപ്പ് ഓയിൽ ചേർത്താലും മതി, സൺഫ്ലവർ ഓയിൽ. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. നമ്മുടെ ബട്ടർ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ 1 കപ്പ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ നമുക്കൊന്ന് ഹൈ സ്പീഡിൽ ഒരു 3 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യണം. മൂന്ന് മുട്ട നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് കിട്ടണം. വാനില എസൻസ് കൂടെ ഒഴിക്കാം. ഇത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഒന്ന് ബീറ്റ് ചെയ്യാം. 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുകൊണ്ട് നമുക്ക് മൈദയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു 2-3 പ്രാവശ്യം അരിപ്പയിലിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അരിപ്പയിലിട്ട് നമുക്ക് അരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് പാല് ചേർക്കാം. 1/4 കപ്പ് പാലാണ്, കുറേശ്ശെ ചേർക്കാം. ബാക്കിയും കൂടെ ഒഴിക്കാം. കാൽ കപ്പ് പാല് ഞാൻ ചേർത്ത് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം. ലോ സ്പീഡിലിട്ട് ഒരല്പസമയം മതി.
180°C ഒരു 6 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓവൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 20-25 മിനിറ്റ് വേണം കപ്പ് കേക്കായി വരാനായിട്ട്. ഇത് ഇച്ചിരി വലിയ കപ്പ് കേക്ക് ആയതുകൊണ്ട് 25 മിനിറ്റ് വേണ്ടി വന്നു. നമ്മുടെ കപ്പ് കേക്ക് എല്ലാം റെഡിയായിട്ട്